സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമയും അമൃതയും കൂടി പതിയെ ഒച്ചയുണ്ടാക്കാതെ റൂമിന് പുറത്തേക്ക് ഇറങ്ങുവാണ്ടോ. അങ്ങനെ ഈ സമയം സെക്യൂരിറ്റിക്കാരെല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ അവർ മയങ്ങുന്ന തക്കം നോക്കി അവരുണർത്താതെ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ അവരങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങി ലാസ്റ്റ് മെയിൻ ഗേറ്റിൻ്റെ അവിടെ വരെ എത്തുവാണ്. അവിടെ ഒരു സെക്യൂരിറ്റി പുറത്ത് തന്നെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പതിയെ ശ്യാമയും അമൃതയും കൂടിയും അയാളുടെ അരികെ കൂടി പൊക്കോണ്ടിരിക്കുക. എന്നാൽ പെട്ടെന്ന് അയാളുടെ ലാത്തിയിൽ തട്ടി ശ്യാം അവിടെ വീഴുകയും ഒച്ച കേട്ട് അയാൾ എണീറ്റ് വിസിലടിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാമയും അമൃതയും അവിടെ നിന്ന് ഓടാൻ തുടങ്ങിയതും സെക്യൂരിറ്റിക്കാർ നാലുപാടും നിന്ന് വന്ന് അവരെ വീണ്ടും പിടിച്ച് പുറത്തേക്ക് പോയി രക്ഷപ്പെടാം എന്നുള്ള അവരുടെ പ്ലാൻ തകർക്കുവാണ്. അങ്ങനെ അവരവരെ പിടിച്ചു വെച്ചിരിക്കുവാണ് കേട്ടോ മുറ്റത്ത് തന്നെ. ഈ സമയം ശ്യാമയും അമൃതയും ഞങ്ങൾ വിട് എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അന്നേരമായിരിക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ ചിരിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് വന്നിട്ട് പറയണേ, എടി ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടില്ല അല്ലേ? അങ്ങനെ എൻ്റെ താവളത്തിൽ നിന്ന് നിനക്ക് അങ്ങ് സിമ്പിളായിട്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയോ? അതെ, അതിങ്ങെടുത്തോണ്ട് വാ. ഇനി ഇവളുമാരിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. നിനക്കൊക്കെ സേഫായിട്ടുള്ളൊരു സ്ഥലം ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളെ വന്ന് ആരും കൊണ്ടുപോകാൻ പോകുന്നില്ല. അങ്ങനെ നേഴ്സ് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അകത്തേക്ക് എന്തോ സാധനം എടുക്കാൻ പോകുന്നുണ്ട്. എടി നിന്നെയൊക്കെ ഇവിടെ ഇട്ട് കൊന്നു കഴിഞ്ഞാലും ആരും എന്നോട് ചോദിക്കാൻ പോകുന്നില്ല. നീയൊക്കെ ഇവിടെ ഉള്ളതിന് ഒരു തെളിവുമില്ല. ഈ സമയം ആ നേഴ്സ് ഒരു സിറഞ്ചുമായിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വരുവാണ് കേട്ടോ. അങ്ങനെ നേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആ സിറഞ്ച് വാങ്ങിച്ചിട്ട് ഡോക്ടർ നേരെ ശ്യാമയുടെ അരികിലേക്ക് എത്തുവാം. അങ്ങനെ അയാൾ ഇഞ്ചക്ഷൻ വെക്കാൻ വരുന്നത് കാണുന്നതും ശ്യാമ വേണ്ട എന്ന് പറഞ്ഞ് കരയുക. വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്യാമ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നാൽ അതൊന്നും കേട്ട് മൈൻഡ് പോലും ആക്കാതെ ഡോക്ടർ ശ്യാമയുടെ കയ്യിലേക്ക് ആ ഇഞ്ചക്ഷൻ മുഴുവൻ കുത്തിവെക്കുവാണ് കേട്ടോ. അന്നേരം ശ്യാമയാണെങ്കിൽ നിലവിളിച്ച് അലറിക്കരയുമായിരിക്കും. ശ്യാമയ്ക്കാണെങ്കിൽ അതിൻ്റെ വേദന സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഈ സമയം അത് കണ്ട് അമൃതയും വല്ലാതെ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുവാണ്. അങ്ങനെ ശ്യാമയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ കുത്തിയതിനു ശേഷം ഡോക്ടർ നേരെ ചെല്ലുന്നത് അമൃതയുടെ അരികിലേക്കാണ്. ഡി നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അമൃതയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അവിടെയുള്ള മതിലിട്ട് അമൃതയുടെ തല കുറേ തവണ ഇടിക്കുവാണ്. അങ്ങനെ ആവശ്യമായി അമൃതയുടെ തളർന്ന് വീഴുവാണ് കേട്ടോ. അന്നേരം ഡോക്ടർ പറയണേ, രണ്ടിനെയും കൊണ്ട് മുറിയിലടക്കും. അങ്ങനെ ആ സെക്യൂരിറ്റിക്കാരെല്ലാവരും കൂടി ചേർന്ന് അമൃതയെയും ശ്യാമേനെയും കൊണ്ട് റൂമിലടിച്ച് വാതിലൊക്കെ ലോക്ക് ചെയ്യുവാണ്. ഈ സമയം അവിടെ നിന്നിരുന്ന സെക്യൂരിറ്റിക്കാരുടെ കാരണത്തിട്ടടിക്കുകൊണ്ട് ഡോക്ടർ, നിന്നേക്ക് ഇവിടെ എന്തിനാ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്? കണ്ടില്ലേ, നിൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ചല്ലേ അവളുമാർ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇനി ഇതുപോലെ എങ്ങാനും ആവർത്തിച്ചാൽ പിന്നെ ഒന്നിനെ ഞാൻ ഭൂമിയിൽ ജീവനോട് തന്നെ വെച്ചേക്കില്ല എന്നും പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഡോക്ടർ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം റൂമിലെത്തിയ ശ്യാമയാണെങ്കിൽ അമൃതയുടെ തലയിലൊക്കെ പരിക്ക് പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട്. അമൃതയും ശ്യാമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കണേ. ശ്യാമേ, നമ്മുടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു പോയല്ലേ, ഭാഗ്യമില്ലാതായിപ്പോയി അല്ലേ ശ്യാമേ? ഈ സമയം ശ്യാമയാണെങ്കിൽ പെട്ടെന്ന് ആ മരുന്ന് ശരീരത്തിൽ കയറിയതിൻ്റെ ഷോക്കിൽ തലകറങ്ങി അവിടെ അമൃതയുടെ മേത്തേക്ക് തന്നെ വീഴുവാണ്. ആ കാഴ്ച കണ്ട് ടെൻഷനിൽ അമൃതയാണെങ്കിൽ ശ്യാമയെ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അമൃത. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് പത്മിനി ഉർവശിനെയും കൽപ്പനേനെയും വിളിക്കുക. വന്നോളൂ ഉർവശി, വന്ന് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ ഉർവശിയാണെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ഭക്തിയോടെ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. ഉർവശിയുടെ മുഖത്തെ കുരുക്കളൊക്കെ മാറിയിരിക്കുവാണ് കേട്ടോ. അരികിൽ തന്നെ കൽപ്പനയും നിൽക്കുന്നുണ്ടാവും. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതും പത്മിനി പറയണേ, ഉർവശി വസൂരിയൊക്കെ മാറിയ സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ ക്ഷേത്ര ദർശനം നടത്തണം, ഭഗവാനോട് നന്ദി പറയണം. ചെയ്യാട്ടെത്തി. ഈ സമയം കൽപ്പന പറയുന്നുണ്ട്, എന്താണെങ്കിലും ചെറിയമ്മയുടെ അസുഖമൊക്കെ മാറിയല്ലോ, അപ്പോൾ ഇനി ഔട്ട് ഹൗസിൽ നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാമല്ലോ. അറിയില്ല എങ്ങനെയാണെന്ന്, ചന്ദ്രേട്ടൻ ഇനി എന്താ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. അന്നേരം പത്മിനി പറയണേ, അത് ശരിയാ, ഇപ്പോൾ കണിമംഗലത്തെ ചട്ടങ്ങളും നടപ്പാക്കുന്നവരും ഒക്കെ മാറിയില്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഉർവശി ചോദിക്കുന്നത്, അല്ല കൽപ്പനെ, എവിടെയാണ് ചന്ദ്രേട്ടനുള്ളത്? റൂമിലുണ്ടോ? ആ ചെറിയ റൂമിലുണ്ട്, ഒറ്റക്കല്ല. അങ്ങനെ അവർ പറയുന്നതും ആ ഒരു സമയത്ത് തന്നെ ചന്ദ്രശേഖരനും സാറേയും കൂടി സംസാരിച്ചുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. ഈ കാഴ്ചയൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഉർവശിക്ക് തീരെ സഹിക്കുന്നില്ല. ഉർവശിയാണെങ്കിൽ ദേഷ്യത്തിൽ തന്നെ നോക്കി നിൽക്കുക. അന്നേരം സാറേയും ചന്ദ്രശേഖരനുമായിട്ട് എല്ലാവരോടും പറയണേ, അതെ ചന്ദ്രു, പൂജയുടെ കാര്യങ്ങൾ തിരുമേനി പറഞ്ഞല്ലേ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയിച്ചോളൂ. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, തിരുമേനി നമ്മുടെ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിന് വേണ്ടി ഐശ്വര്യപ്പിച്ച് നടത്തണം എന്ന് പറഞ്ഞിരുന്നല്ലോ.
കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് പുറമേ തന്നെ നമ്മൾ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് സഹായിച്ച സാറാ മാഡത്തിൻ്റെ ഐശ്വര്യവും കൂടി ഈ പൂജയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ സാറാ മാഡത്തിന് നല്ലതിനു വേണ്ടി നമ്മൾ ഈ പൂജ ഒറ്റക്കെട്ടായി നിന്ന് നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് പൂർത്തിയാക്കണം. അതിനായിട്ട് തിരുമേനി പറഞ്ഞതുപോലെ രാധിക ഇവിടെ എത്തണം. ഉർവശി, രാധികയെ നീ വേണം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. അന്നേരം അത് കേൾക്കുന്നതും ഉർവശി പറയണേ, എനിക്കത് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ വിളിച്ചാലും രാധിക ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? അത് കേൾക്കുന്നതും സാറ് പറയണേ, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. വരികയോ വരാതിരിക്കയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. വന്നില്ലെങ്കിൽ ആ കാര്യം നമുക്ക് അപ്പം നോക്കാം. പക്ഷേ ഇവിടെ നിന്ന് ഉർവശി രാധികയെ വിളിക്കാനായിട്ട് പോയിരിക്കണം. അതിലെന്തെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിലേ ഉർവശിയെ കടമംഗലത്തിന് പുറത്താക്കാനേ എനിക്ക് യാതൊരു ചിന്തയും ഉണ്ടാവില്ല. ഞാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത് നടപ്പാക്കിയിരിക്കും. എന്താ അത് വേണോ? അന്നേരം ഉർവശി പറയണേ, വേണ്ട, ഞാൻ പോയി വിളിക്കാം. പിന്നെ ചന്ദ്രുവിൻ്റെ അമ്മേനെയും കൂടി വിളിച്ചേക്ക്. ഇനിയിപ്പോൾ അതിന് കുടുംബത്തിലൊരു അനർത്ഥമായിട്ട് കിടക്കണ്ട. വാ ചന്ദ്രു എന്നും പറഞ്ഞ് സാറ ചന്ദ്രശേഖരനെയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. അന്നേരം പത്മിനിയും കൽപ്പനയും ചിരിച്ചുകൊണ്ട് ഉർവശിയെ നോക്കുന്നുണ്ട്. എന്താ ഉർവശി, നീ പണ്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കുള്ള ശിക്ഷയൊക്കെയല്ലേ നിനക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്താ ഇനി നിനക്ക് എന്തെങ്കിലും എതിർപ്പ് പറയാനുണ്ടോ? സമ്പത്തും ആർഭാടങ്ങളും എല്ലാം കിട്ടിയപ്പോൾ നീ ഒത്തിരി അഹങ്കരിച്ചില്ലേ? ഞങ്ങളോട് എന്തൊക്കെയാണ് കാണിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? അതിനുള്ള എല്ലാമുള്ള ശിക്ഷയാണ് നിനക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി. ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഞാനിപ്പോൾ തിരിച്ചറിയുവാണ്. അതിനുള്ള ശിക്ഷ ദൈവങ്ങളായിട്ട് തന്നെ എനിക്ക് തന്നു. ഇനി അധികം നാൾ കടമംഗലത്ത് തുടരാൻ പറ്റുമെന്നുള്ള ചിന്ത പോലും എനിക്കില്ല. കാര്യങ്ങളുടെ പോക്ക് അത്തരത്തിലാണ്. അവരുടെ തീരുമാനങ്ങളാണ് ഇവിടെ നടത്തുന്നത്. അതിനിടയിൽ ഞാനൊരു ഭാരം തന്നെയായിട്ടെത്തി. അങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് തൻ്റെ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞ് സങ്കടത്തോടെ നിൽക്കുവാണ് കേട്ടോ ഉർവശി. പിന്നീട് കാണിക്കുന്നത് രാധിക അവിടെ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മുത്തശ്ശിയോടും യശോദയോടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. രാധിക പറയണേ, ഞാൻ എൻ്റെ അമ്മയുടെ ശബ്ദം അവിടെ വ്യക്തമായിട്ട് കേട്ടതാ മുത്തശ്ശി. അതെൻ്റെ അമ്മയുടെ ശബ്ദം തന്നെയാണ്, ആ മോളിൽ നിന്നുള്ള വിളി. ഈ സമയം അത് കേൾക്കുന്നതും ജയഭാരതിയമ്മ പറയുന്നുണ്ട്, മോളെ നീ കേട്ടതും അതുപോലെ ആ പയ്യൻ പറഞ്ഞതും ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ശ്യാമ അവിടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. എന്താണെങ്കിലും നിങ്ങളെ ACP കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടല്ലോ, അതെന്താണെങ്കിലും നന്നായി. ACP എന്താണെങ്കിലും ശ്യാമയെ അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കും. ശരിയാ മുത്തശ്ശി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ACP സാറിന് അമ്മയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അദ്ദേഹം ഏറെ ആരാധിക്കുന്ന ഗായിക തന്നെയല്ലേ എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ അമ്മയെ കണ്ടെത്താനായിട്ട് ഏതറ്റം വരെ സാറ് പോകും. സാറിനോട് പറഞ്ഞ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാനും വരണവും പൊരിക്കുന്നത്. എന്താണെങ്കിലും അത് തന്നെയാണ് മോളെ നല്ലത്. നിങ്ങൾക്ക് ഇനി എന്താണെങ്കിലും അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ, അവരതിന് സമ്മതിക്കില്ല. എന്നാൽ ACPക്കാവുമ്പോൾ കൂടുതൽ ഫോഴ്സ് ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതേ അമ്മേ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പോരെ, പുറത്തുനിന്ന് ആരും അവിടെ കയറുന്നത് അവർക്കിഷ്ടമല്ല. അതിനവർ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? അതിനർത്ഥം അവിടെ അവർക്ക് മറച്ചു വെക്കാനായിട്ട് എന്തോ ചില കാര്യങ്ങളുണ്ടെന്നല്ലേ? അതുറപ്പാണ്. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, മോള് നോക്കിക്കോ, ഈ നാട്ടിൽ എത്രയോ സ്ഥലങ്ങളുണ്ടായി, എന്നിട്ടും അവിടേക്കൊന്നും പോകാതെ മോളുടെ കൺമുമ്പിൽ തന്നെയുള്ള സ്ഥലത്ത് തന്നെയല്ലേ ശ്യാമയെ അവർക്ക് ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ തോന്നിയത്? അതെന്തുകൊണ്ടാണ്? മോളുടെ അമ്മ മോളുടെ അരികിൽ തന്നെ എത്തിച്ചേരും. അതിന് ഭഗവാൻ തരുന്ന സൂചനയത്. മോള് ധൈര്യമായിട്ടിരുന്നോ, ശ്യാമയെ നമുക്ക് ഉടനെ തന്നെ തിരിച്ചു കിട്ടും. അങ്ങനെ അതൊക്കെ കേട്ട് ആശ്വാസത്തോടെ ഇരിക്കുകയാണ് രാധിക. ഈ സമയം യശോദ പറയണേ, രാധിക മോളെ, ഞാനേ അപ്പുറത്തെ വീട്ടിലെ ശാന്തിച്ചിയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. കുറിയുടെ കാശേ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കാര്യം എന്തായിരുന്നു എന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് യശോദ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും കേട്ടോ അവിടെ മുറ്റത്ത് വന്ന് അകത്തേക്ക് കയറാൻ മടിച്ച് നിൽക്കുന്ന ഉർവശിനെ കാണുന്നത്. അങ്ങനെ ഉർവശിനെ കണ്ട് യശോദ ചോദിക്കണേ, അല്ല ഇതാര് ഉർവശിയോ? എന്താ ഇവിടെ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? അത് പിന്നെ ഒന്നുമില്ല, ഞാൻ അങ്ങോട്ട് വന്നാൽ അകത്തേക്ക് കയറ്റുമെന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. അതാ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നത്. എന്തിനിങ്ങനെ നിൽക്കുന്നത്? വന്നേ അകത്തേക്ക് വരൂ എന്നും പറഞ്ഞ യശോദ ഉർവശിനെയും കൂട്ടി അകത്തെത്തണേ. അതെ, ഒരു അതിഥി വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കിയേ. അങ്ങനെ രാധികയും ജയഭാരതി അമ്മയും കൂടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കേട്ടോ അകത്തേക്ക് കയറി വരുന്ന ഉർവശിനെ കാണുന്നത്. ഉർവശിയുടെ വരവ് കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് രാധികയും ജയഭാരതിയും. ഈ സമയം യശോദ പറയണേ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഇവിടെ അകത്തേക്ക് കയറാൻ മടിച്ച് അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുമായിരുന്നു ഉർവശി. ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു. അന്നേരം ജയഭാരതി അമ്മ പറയണേ, ഇവളെ നിൽക്കുമായിരുന്നെങ്കിലേ അത് ഒതുങ്ങി നിൽക്കുമായിരുന്നില്ല, പതുങ്ങി നിൽക്കുമായിരിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വന്നതായിരിക്കും. ഇവിടെ എൻ്റെ കുട്ടികൾ എങ്ങനെയൊക്കെയോ ഒന്ന് പച്ച പിടിച്ച് കയറി വരുന്നത് അതുകൊണ്ട് സഹിക്കാനാവാതെ അവരെങ്ങനെയെങ്കിലും തകർക്കാനുള്ള അടുത്ത അടവുമായിട്ട് വന്നതായിരിക്കും. അന്നേരം ഉർവശി പറയണേ, അയ്യോ അമ്മേ, അങ്ങനെയൊന്നുമല്ല. ഞാൻ സ്വത്തിൻ്റെയും പടത്തിൻ്റെയും പിന്നാലെ പോയി ഒരുപാട് അഹങ്കരിച്ചിട്ടുണ്ട്. ഒത്തിരി ദ്രോഹം അമ്മയോടും രാധികയോടും നിങ്ങളെല്ലാവരോടും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു.
അവസാനമായിട്ട് ഞാൻ അമ്മയോട് അസുഖം വന്ന സമയത്ത് അമ്മ ഓട്ടോസിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ചിക്കൻ ബോക്സിൻ്റെ തുടക്കമാണെന്ന് വരെ ഞാൻ പറഞ്ഞു നടന്നു. പക്ഷേ അവസാനം ആ ചിക്കൻ ബോക്സ് എനിക്ക് തന്നെ വന്നു. അമ്മ അവിടെ ഓട്ടോസിൽ കിടന്ന് നരകിച്ചതുപോലെ ഞാനും ഓട്ടോസിൽ കിടന്ന് നരകിച്ചു. ചന്ദ്രേട്ടൻ പകർച്ചവ്യാധി വന്ന എന്നെ അവിടെ താമസിപ്പിക്കരുതെന്ന് സാറ് പറഞ്ഞപ്പോൾ ആ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചു. എനിക്കിപ്പോൾ ആ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല. ഔട്ട് ഹൗസിൽ ആരുടെ സഹായമില്ലാതെ കിടന്ന് നരകിച്ച സമയത്ത് ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളെക്കുറിച്ച് ഓർക്കുമായിരുന്നു. അമ്മയോടും നിങ്ങളെല്ലാവരോടും കാണിച്ചതിനും ചെയ്തു കൂട്ടിയതിനും ഒക്കെയുള്ള ശിക്ഷയെ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ സ്നേഹിച്ചവരും എൻ്റെ സ്വന്തമാണെന്ന് കരുതിയവരും ഒക്കെ എന്നെ ചതിക്കുവാണ്. പിന്നെ ഇപ്പം ഞാനിവിടെ വന്നത് മറ്റൊരു കാര്യവും കൂടി പറയാനാണ്. കണിമംഗലത്ത് ഒരു ഐശ്വര്യപൂജ നടത്തണമെന്ന് അവിടെ വന്നിരുന്ന തിരുമേനി പറഞ്ഞിരുന്നു. ആ ഐശ്വര്യപൂജ നടത്തണമെങ്കിൽ അവിടെ മുറ്റത്തെ തുളസി തറയുണ്ടല്ലോ, അത് വാടിയിരിക്കുന്നത് കണ്ടിട്ട് അവിടെ തുളസി ചെടി നട്ടുപിടിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു തിരുമേനി. രാധികയാണെന്ന് പറഞ്ഞപ്പോൾ രാധിക തന്നെയായിരുന്നു അവിടുത്തെ ഐശ്വര്യമെന്നും ആ കുട്ടി പോയത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തെ ബാധിച്ചിട്ടുണ്ടെന്നും തിരുമേനി പറഞ്ഞു. അതുകൊണ്ട് ഐശ്വര്യപൂജയ്ക്കായിട്ട് രാധിക അങ്ങോട്ടേക്ക് ക്ഷണിക്കാനാണ് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത്. മോളങ്ങോട്ടേക്ക് വരണം, കൂടെ അമ്മയും വരണം. അന്നേരം അത് കേൾക്കുന്നതും ജയഭാരതിയമ്മ പറയണേ, ഓ അത് ശരി, അപ്പോൾ ഈ കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇത്രയും കള്ളക്കഥകളൊക്കെ ഇവിടെ മെനഞ്ഞുണ്ടാക്കിയത് അല്ലേ? അയ്യോ അല്ലമ്മേ, ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാ. സംശയമുണ്ടെങ്കിൽ കൽപ്പനയെ വിളിച്ചു ചോദിച്ചു നോക്ക്, അവൾ പറയും നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ സമയം യശോദ പറയണേ, എന്താണെങ്കിലും ശരി, എൻ്റെ മുളിനി അങ്ങോട്ടേക്ക് വരുന്നില്ല. അവൾ ഐശ്വര്യം കെട്ടവളാണെന്നല്ലേ നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞത്? അങ്ങനെ പറഞ്ഞല്ലേ അവൾ എവിടെ നിന്ന് അടിച്ചിറക്കിയത്? അങ്ങനെയുള്ളപ്പോൾ എന്തിനാ എൻ്റെ കുട്ടി വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നത്? ഈ സമയം ജയഭാരതിയമ്മയും പറയുന്നുണ്ട്, അത് തന്നെ മോളെ രാധികെ, ഇവളെയൊന്നും വിശ്വസിക്കാനേ പാടില്ല. നിൻ്റെയൊക്കെ സ്വഭാവം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ഉർവശി, നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒരു അഭിനയങ്ങളുമായിട്ട് നീ ഞങ്ങളുടെ അരികിലേക്ക് വരണ്ട. ഇനിയിപ്പോൾ രാധിക മോളുടെ മനസ്സ് മാറിയാലും ശരി, മോളെ അങ്ങോട്ടേക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നില്ല. അയ്യോ അമ്മേ, അങ്ങനെ പറയരുത്. നിങ്ങൾ നാളെ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇന്നായിരിക്കും കണിമംഗലത്തിൻ്റെ അവസാന ദിവസം. ആ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രേട്ടൻ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ പോലും ഒരു മടിയും കാണിക്കില്ല. ചന്ദ്രേട്ടൻ്റെ മനസ്സിൽ അത്രയ്ക്ക് പോലും എനിക്ക് സ്ഥാനമില്ല. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ രാധികയുടെ കാല് പിടിക്കാം. അന്നേരം ജയഭാരതിയമ്മ പറയണേണ്, നീ കാല് പിടിക്കുകയല്ല, കാല് നക്കൊക്കെ വരെ ചെയ്യും. നിൻ്റെയൊക്കെ കാര്യം കാണാൻ നീ പലതും ചെയ്യും. പക്ഷേ നീ എന്ത് തന്നെ ചെയ്തിട്ടും ഒരു കാര്യമില്ല ഉർവശി. എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഞങ്ങളങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. അങ്ങനെ ഉർവശി സങ്കടത്തോടെ അവിടെ നിന്നും തിരിച്ചിറങ്ങാൻ നിൽക്കുമായിരിക്കും. പെട്ടെന്ന് തന്നെ ഉർവശി ഒന്ന് നിന്ന് അമ്മയുടെ കാൽക്കൽ വീഴുവാണ്. എന്നിട്ട് പറയണേ, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് അമ്മേ. അങ്ങനെ പറഞ്ഞ് സങ്കടത്തോടെ ഉർവശി അവിടെ നിന്നും മടങ്ങിപ്പോകുവാണ് കേട്ടോ. ഈ സമയം ഉർവശിയുടെ ആ മാറ്റമൊക്കെ കണ്ടിട്ട് രാധികയുടെ മനസ്സിലെന്തോ ഒരു സങ്കടം തോന്നുക. അന്നേരം രാധിക പറയണേ, മുത്തശ്ശി, ഈ പെരുമാറ്റത്തിലും വന്ന വരവിലൊന്നും ചതിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. അവിടെ സാറേ ചന്ദ്രശേഖരനും കൂടി പുറത്ത് നിന്ന് സംസാരിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, സാർക്ക് ഇതുപോലെ പൂജയിലും ദൈവിക കാര്യങ്ങളിലൊക്കെ വിശ്വാസമുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പോകുമല്ലോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പഠിപ്പുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിയുണ്ട്, പിന്നെ അതുപോലെ ബിസിനസ്സിലും നല്ല കഴിവുണ്ട് എന്ന് കരുതി അത് മാത്രമാണോ നമ്മൾ എല്ലാ മേഖലയിലും വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനിതുപോലുള്ള ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൂടിയുണ്ട്. സ്പിരിച്വലായിട്ടും നമുക്കങ്ങനെ വിശ്വസിക്കാമല്ലോ. അങ്ങനെ ചില പൂജകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഞാനും വിശ്വസിക്കുന്നുണ്ട്. അതേരം സാറയുടെ മറുപടിയൊക്കെ കേൾക്കുന്നതും ചന്ദ്രശേഖരന് ഒത്തിരി സന്തോഷമാകുക. എന്താണെങ്കിലും നല്ല കാര്യം തന്നെയാണ് സാറാ. എന്താണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യപൂജ നടക്കുന്നതോടെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. കുടുംബത്തിന് ഐശ്വര്യം കിട്ടുന്നത് നമുക്ക് തന്നെയല്ലേ നല്ലത്? അതെ ചന്ദ്രു, ഞാനും അത്ര ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കോട്ട് ഉർവശി തിരിച്ചെത്തുന്നത്. ഈ സമയം തിരിച്ചെത്തിയ ഉർവശിയോട് ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട്, എന്തായി അവിടെ പോയിട്ട്? അമ്മേൻ്റെ അധികം ഇങ്ങോട്ടേക്ക് വരാമെന്ന് സമ്മതിച്ചോ? ഇല്ല, അവരിങ്ങോട്ട് വരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. പ്രത്യേകിച്ച് അമ്മയെ വാശി പിടിച്ചത്. ഒരു കാരണവശാലും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. അന്നേരം സാർക്ക് ദേഷ്യം വരുവാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവരിവിടെ വന്നേ പറ്റുള്ളൂ. തിരുമേനി പറഞ്ഞതുപോലെ തന്നെ പൂജ നടന്നിരിക്കണം. ഈ സമയം ഉർവശി പറയണേ, അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്? വരില്ല എന്ന് പറഞ്ഞവരെ പിടിച്ച് കെട്ടി എനിക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിലേ കൽപ്പിക്കുന്നവർ തന്നെ നേരിട്ട് പോയി വിളിക്കണമായിരുന്നു. അത് കേൾക്കുന്നതും ദേഷ്യം വന്ന സാറ ഉർവശിയുടെ കാരണത്തിട്ട് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ് കേട്ടോ. ആ കാഴ്ച കണ്ട് ചന്ദ്രശേഖരൻ വരെ ഞെട്ടി നിൽക്കുവാണ്. ഈ സമയം കൽപ്പനയും പത്മിനിയൊക്കെ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്.
അന്നേരം ഉർവശിയാണെങ്കിൽ ദേഷ്യപ്പെടണേ, ഡി നീ എന്നെ തല്ലിയല്ലേ? ആടി തല്ലി. ഇവിടെ ഞാൻ പറയുന്നതാണ് അവസാന വാക്ക്, എന്നെ ഒതുക്കാൻ നീ ആയിട്ടില്ല എന്നും പറഞ്ഞ് ഉർവശിയോട് പൊട്ടിത്തെറിക്കുവാൻ കേട്ടോ സാറ. അങ്ങനെ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോലീസുമായിട്ട് എത്തുന്ന ACPനെയാണ് കേട്ടോ. അങ്ങനെ ACP ആ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം അവിടുത്തെ രജിസ്റ്ററൊക്കെ പരിശോധിക്കുന്നുണ്ട് കേട്ടോ ACP. എന്നിട്ട് ചോദിക്കണേണ്, അല്ല മിസ്റ്റർ ഡോക്ടർ, ഇവിടെ ഗായിക ശ്യാമയുടെ കൂടെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന അടുത്ത ബന്ധുവായ അമൃതേനെയും അഡ്മിറ്റ് ചെയ്തത് ഏത് ദിവസമാണ്? അങ്ങനെ ഡോക്ടറാണെങ്കിൽ ACPയുടെ ആ ചോദ്യം കേൾക്കുന്നതും ഒന്ന് വരണ്ട് നിൽക്കുവാണ്. ഈ സമയം ഒന്നും അറിയാത്ത പോലെ അയാൾ ചോദിക്കണേ, അല്ല ഇവരൊക്കെ ആരാ? അങ്ങനെ 2 പേഷ്യൻസ് ഇവിടെ ഇല്ലല്ലോ. ഓ അങ്ങനെയാണോ? എന്താണെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ച് ഈ ഹോസ്പിറ്റൽ മുഴുവൻ ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം. അങ്ങനെ ACP ആണെങ്കിൽ പോലീസുകാരെയും കൂട്ടി അവിടെയുള്ള സകല റൂമുകളിലും സെർച്ച് ചെയ്യുവാണ്. ഈ സമയം ഗോഡൗണൊക്കെ പോലെ അടിച്ചു പൂട്ടിയിരുന്ന വേസ്റ്റൊക്കെ ഇട്ടിരുന്ന ഒരു റൂമും കൂടി അവർ കയറി നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ റൂമിലായിരിക്കും ശ്യാമേനെ അമൃതേനെ വായൊക്കെ പൊത്തി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവരെങ്ങനെ കൂട്ടിയിട്ട ബെഡുകൾക്കിടയിൽ താഴെ തറയിൽ കിടക്കുന്നുണ്ടാവും. ACPയും കൂട്ടരും കൂടി അവിടെയൊക്കെ വന്ന് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവരെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ സെർച്ചിങ്ങൊക്കെ കഴിഞ്ഞ് ACP ആണെങ്കിൽ പുറത്തിറങ്ങിയതിനു ശേഷം രാധികേനെയും വരുണിനെയും ഫോണിൽ വിളിക്കുവാണ്. അങ്ങനെ വരുൺ ACPയുടെ കോൾ കാണുന്നതും സ്പീക്കറിലിടുന്നുണ്ട്. രാധികയും വരുണുമാണെങ്കിൽ ഒത്തിരി പ്രതീക്ഷയോടെ ACPയുടെ മറുപടിക്കായി കാത്തിരിക്കുക. അന്നേരം അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ മുഴുവൻ പരിശോധിച്ചു, പക്ഷേ അവിടെ ശ്യാമയും അമൃതയും ആരുമില്ല. അത് കേൾക്കുന്നതും ഞെട്ടിലോടെ നിൽക്കുവാണ്ടോ വരുണും രാധികയൊക്കെ. അപ്പോൾ ഈ ഒരു സീനാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്